വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്നിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അടുക്കള പണിയായിട്ടാണ് മുട്ട വരിക്കുമ്പോൾ തിരക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ തലനോമ്പ് കേട്ടോ. ഇതെല്ലാവരും നേരത്തെ എണിച്ചിട്ടുണ്ടാവില്ലേ? ഞങ്ങൾ താത്താഴത്തിന് മുട്ട വയ്ക്കുക. അപ്പം ഇന്ന് സ്പെഷ്യൽ എന്ന് പറയാൻ മുട്ട പൊരിച്ചതും പപ്പടം പൊരിച്ചതും ചായ പഴം പിന്നെന്താ ബിസ്ക്കറ്റ് സ്പെഷ്യലാണ്. ഇങ്ങനെയൊക്കെ ചാറ് രസമുണ്ട്. പിന്നെന്താ എല്ലാവർക്കും ഇന്നത്തെ തുടക്കം നോമ്പ് വേണം. ഇപ്പോൾ ഞാൻ റിഷമോളും അറിയാസ്റ്റും ഇങ്ങനെയൊക്കെ എല്ലാവരും അണിച്ചിട്ടില്ല കേട്ടോ. കുട്ടികൾ മാത്രം അണിച്ചിട്ടില്ല. ഒന്ന് മുട്ട വറുത്തതും പപ്പടം വറുത്തതും പിന്നെ രസമുണ്ട്. പിന്നെ വെള്ളപ്പരച്ചാറും ഉണ്ട്. ജീരകം മതി അരച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കൂട്ടിയാൽ പറ്റും. ചായ തിളച്ച് പൊന്തുന്നു. അങ്ങനെ ഞാനിതാ മുട്ട പൊരിച്ചു എല്ലാം റെഡിയാക്കിയിട്ട ചാറൊക്കെ ചൂടാക്കി. രസമുണ്ട്, വെള്ളപ്പരച്ചാറുണ്ട് കേട്ടോ. മുട്ട പൊരിച്ചതും പപ്പടം പൊരിച്ചതും ഇതൊക്കെ തന്നെ കേട്ടോ നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ ഇതാ എല്ലാവരും ചോറൊക്കെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ചൂടോടെ ഒക്കെ കഴിക്കട്ടെ. ചായ വെച്ചിട്ടുണ്ടെങ്കിൽ കഴിച്ചിട്ട് വേണം കഴിക്കാനായിട്ട്. പിന്നെ നെയ്യത്തൊക്കെ വെച്ചിട്ട്. അപ്പോൾ പ്രാവശ്യം നോമ്പ് ഭയങ്കര ക്ഷീണം ഉണ്ടാവുമെന്ന് അറിയില്ല, വല്ല ചൂടൊക്കെ കൂടുതലല്ലേ. അങ്ങനെ ഞാനും കഴിക്കായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് താഴത്തിരിക്കാൻ സാധിക്കില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇതിലിങ്ങനെ ഇരിക്കണത്. എനിക്ക് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ ശേഷം താഴത്തൊക്കെ ഇരുന്ന് കാണിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഇതിലിങ്ങനെ ഇരുന്ന് കഴിക്കും. കുട്ടികൾ പിന്നെ എണിച്ചിട്ടില്ല. നമ്മുടെ ഫാത്തിമ കുട്ടി മാത്രമേ എണിച്ചിട്ടുള്ളൂ കേട്ടോ. അവൾക്ക് പിന്നെ രാത്രി ഉറക്കവും കുറവാണ്. അവൾ 3:30 ആകുമ്പത്തിന് എണിച്ചു കേട്ടോ. പണിയുള്ളത് കൊണ്ട് ഞാനും കഴിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ചോറ് വേവിച്ചു. ഉറക്കക്ഷീണം വിട്ടിട്ടില്ല കേട്ടോ. സമയം 4:30 ആയിട്ടുള്ളൂ. ഞങ്ങൾ 3:30 എണിച്ചു. മുട്ടയൊക്കെ പൊരിക്കണ്ടേ പറഞ്ഞിട്ട് നമ്മൾ ചായ കുടിക്കുന്നു. ഞങ്ങൾക്ക് ചായ വേണം കേട്ടോ, നിർബന്ധമാണ് ചായ. അത്താഴത്തിന് ചായ വേണം. പിന്നെ പാത്തു കാണിച്ചിട്ടുണ്ട് കേട്ടോ അത്താഴത്തിന്. പാത്തു കാണിച്ചിട്ടുണ്ട്. ചായ കുടിക്കും, വേഗം കുടിക്കും, നെയ്ത്ത് വെക്കണം. വെള്ളം നല്ല കുടിക്കണം. ഇനി അപ്പോൾ നേരം വെളുത്തിട്ട് കാണാം അല്ലേ. ബായ്. ഇനി വാങ്ങി കൊടുക്കാം, നിസ്കരിക്കുക. പിന്നെ കുറച്ച് നേരം കിടക്കും കേട്ടോ. നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടൊന്ന് ഇത്തിരി സമയം ഉണ്ടെങ്കിൽ കിടക്കണം. പിന്നെ അതിന് നേരം വെളുത്തുണ്ടാവുമല്ലോ. കുട്ടികളെ സ്കൂളിലൊക്കെ പറഞ്ഞയക്കണം. നിൽക്കുന്നുണ്ടോ സ്കൂള്? ഇന്നില്ലേ? എനിക്ക് വ്യാഴാഴ്ച പരീക്ഷ ആയ കാരണമല്ലേ. അവൾക്ക് ഇനി വ്യാഴാഴ്ച പോയാൽ മതി കേട്ടോ. പിന്നെ ഫാത്തിമാക്കുണ്ട്. അപ്പം ഉമ്മ മണ്ണാർക്കാട് നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടിട്ടില്ല എല്ലാവരും. വന്ന ശേഷം ശരി രാവിലെ കാണിച്ചു തരാം അമ്മനെ. നേരെ രാവിലെ കാണാം കേട്ടോ. അങ്ങനെ നേരെ പിന്നെ ഞങ്ങൾ ഉറങ്ങിയൊന്നുമില്ല കേട്ടോ. അങ്ങനെ നിസ്കരിച്ച് കുറച്ച് നേരം ഖുർആനൊക്കെ ഓതിയിട്ട് പിന്നെ ഞങ്ങളങ്ങനെ റെഞ്ചിമോളും ഉറങ്ങിയൊന്നുമില്ല അല്ലേ. ഉറങ്ങി ലേശം നേരം അവൾ ഓതലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊക്കെ അടിച്ച് തിരുമ്പൽ കഴിഞ്ഞു, കുളി കഴിഞ്ഞു. അതാ റീസ് കുട്ടിനെയും ഫാത്തിമക്കുട്ടിനെയും സ്കൂളിൽ കൊണ്ടാക്കാൻ പോകട്ടെ ഞാനും. പിന്നെ ഇതാ മണ്ണാർക്കാട് ഉമ്മമ്മ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഉമ്മമ്മനെ കാണിച്ചു തരാം. ഇതാണ് മണ്ണാർക്കാട് ഉമ്മമ്മ. മണ്ണാർക്കാട് പോയാൽ കരിമിയായിട്ട് വരും, കേട് വന്നിട്ട് വരും അല്ലേ.
ഉമ്മ അവിടുത്തെ ഉമ്മ തലയിൽ മുണ്ടൊക്കെ ഇടാൻ പഠിച്ചിട്ട് വിട്ടിക്കുക മെലിഞ്ഞ് അടുപ്പയപ്പോൾ. അപ്പോൾ നോമ്പല്ലേ, തലനോമ്പാണ്, നല്ല ക്ഷീണം ഉണ്ടാവും. എന്താ അവസ്ഥ എന്നൊന്നും അറിയില്ല. അപ്പോൾ എല്ലാവർക്കും നോമ്പുണ്ട്. ഇനിയിപ്പോൾ വൈകുന്നേരം ഇടയിൽ ഇനിയിപ്പോൾ പണിയൊന്നും ഇല്ലല്ലോ, ഇപ്പോൾ സംസ്കരിച്ചാലൊക്കെ കുറച്ച് നേരം ഓതുക. ഇനി വേറൊരു ഉമ്മ, ഇത് അടുത്ത ഉമ്മ, ഇത് ചന്തക്കാരി ഉമ്മ, ഇത് വേറൊരു ഉമ്മ. ഉറങ്ങാഴത്ത് ഞങ്ങൾ 3:30 എണിച്ചു കേട്ടോ. ഞങ്ങൾ 3:30 എണിച്ചിട്ട് പിന്നെ കടന്നിട്ടേ ഇല്ല. ഇതൊരു വേറെ ഉമ്മ. പാത്തുക്കുട്ടി അവിടെ ഇടയിൽ, ഇതാ പാത്തുക്കുട്ടി, റൈസ് കുട്ടി, റജിക്കുട്ടി ഇതാ. എല്ലാ കുട്ടിയും എണിച്ചിട്ടുണ്ട്. ഇതാ പിന്നെ രണ്ടാളെ സ്കൂളിൽ കൊണ്ട് വിടണം. നമ്മുടെ പാത്തു ഇന്നലെയൊന്നും പോയിട്ടില്ല സ്കൂളിലേക്ക്. ഞങ്ങൾ റേഷൻ കടയിലേക്ക് പോകും കേട്ടോ. റേഷൻ കടയിൽ മസ്റ്ററിങ് ചെയ്യാൻ പോകുന്നത്. റേഷൻ കാർഡ് എല്ലാവർക്കും മസ്റ്ററിങ് ചെയ്യണമല്ലോ, എന്നാലേ സാധനങ്ങളൊക്കെ കിട്ടുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. അരിയൊക്കെ കിട്ടണ്ടേ നമുക്ക്. അപ്പം അതിന് പോകാം കേട്ടോ. ഞങ്ങൾ പോയിട്ട് വന്നിട്ട് കാണാം. ഞങ്ങളിതാ വണ്ടിയിൽ പോകും. അങ്ങനെ ഫാത്തിമ കുട്ടനെയും റൈസ് കുട്ടനെയും ഇനി സ്കൂളിൽ കൊണ്ടുവിടാൻ പോകും കേട്ടോ. തിരക്കില്ല. ടാറ്റാ ടാറ്റ കുട്ടി സമയം 3 മണി കഴിഞ്ഞു കേട്ടോ. അത്ര ക്ഷീണമൊന്നുമില്ല, എന്നാലും ഞാൻ വിചാരിച്ച പോലെ അത്ര ക്ഷീണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ കുറച്ചല്ലേ, അപ്പോൾ ചുണ്ടൊക്കെ ഉണങ്ങി ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. കുഴങ്ങി ഞാനും വിളിച്ച്. പിന്നെ റിയാസ് അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ അടുക്കളയിൽ അതാ അപ്പോൾ വെള്ളമൊക്കെ കലക്കി കേട്ടോ. സമയം നോമ്പ് തുറക്കാൻ സമയമാവാനായി. അപ്പോൾ ഞങ്ങൾ തൊട്ടോട് ഐസ് കട്ടൊക്കെ വെള്ളം കലക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പള്ളിയിലത്തെ കഞ്ഞിയാട്ടത്, പള്ളിയിലത്തെ കഞ്ഞി, വെള്ളം കലക്കിയത്. പിന്നെ നമ്മൾ പത്തിരി ഉണ്ടാക്കാനാണ് വിചാരിച്ചത്. പത്തിരി ഉണ്ടാക്കാനാട്ടോ വിചാരിച്ചത്. നോക്കുമ്പോൾ നമ്മൾ നൂൽപുട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മുടെ നൂൽപുട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നൂൽപുട്ടും ഞാൻ അങ്ങനെ നിലവിളിക്കണ റൈസോ. റൈസിന് നോമ്പില്ല. എത്ര നേരം? ചട്ടി നോമ്പ്. നിനക്ക് നോമ്പുണ്ടാ? എന്ത് നോമ്പ്? ചട്ടി നോമ്പാണ്. എത്ര നോമ്പായി കുട്ടിക്ക്? 2 നോമ്പാ. അങ്ങനെ കുട്ടികളുടെ ഒരേ ബഹളമായിരുന്നു കേട്ടോ. പിന്നെ സമയമാകാതെ എനിക്കും റിൻഷിക്കും ഭയങ്കര ക്ഷീണം കേട്ടോ. റിൻഷിക്കും റിയാസ്കാക്കും ഒക്കെ ഭയങ്കര ക്ഷീണമാകാൻ തുടങ്ങി സമയമാകാതെ. പിന്നെ നമ്മുടെ റജിക്കുട്ടി ഇങ്ങനെ വെള്ളം കുടിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് ക്യാമറയിൽ ഇങ്ങനെ ഡാവ് കാട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വോയിസ് ക്ലിയർ ആവുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. ഒരേ ചെത്തമ്പളി ഉണ്ട് ഇവിടെ. പിന്നെ അതാ റിൻഷിമോൾ എപ്പോഴാണ് വാങ്ങി കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ക്ലാസ്സൊക്കെ പിടിച്ചിട്ട്. പിന്നെ ഞങ്ങൾ നൂൽപുട്ടാണ് കേട്ടോ ഉണ്ടാക്കി. പത്തിരി ഉണ്ടാക്കാൻ വിചാരിച്ച് പറ്റിയില്ല. പിന്നെ നമ്മുടെ കുറച്ച് പഴയ ഗോതമ്പുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ ചിക്കൻ വാങ്ങിയിട്ട് വന്ന് വരുമ്പോൾ ഫാത്തിമാനെ വിളിച്ചിട്ട് വരുമ്പോൾ ചിക്കൻ വാങ്ങിയിട്ട് വന്ന് പിന്നെ അതൊക്കെ കറി വെച്ചു. പിന്നെ അതാ നോമ്പ് വാങ്ക് വിളിക്കാൻ സമയമായി കേട്ടോ. പിന്നെ അങ്ങനെ വാങ്ക് വിളിച്ചു. ഞങ്ങളെല്ലാവരും നോമ്പ് തുറന്ന് ക്ഷീണിച്ചു കേട്ടോ, കുഴങ്ങി. കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെ തന്നെ കേട്ടോ. കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത്. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം കൂട്ടുകാരെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ നോമ്പ് തുറ വിശേഷങ്ങളും അത്താഴ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടൊന്ന്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിൽ ലൈക്ക് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല വീഡിയോസൊക്കെ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവർക്കും കൊല്ലത്തെ എല്ലാ നോമ്പ് എടുക്കാനുള്ള ആയുസ്സും ആരോഗ്യം പടച്ചോൻ തരട്ടെ. ആമീൻ. ഇത് ചെയ്ത് ഞാൻ വീഡിയോ വൈൻഡപ്പ് ആക്കുകയാണ്. അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ ബൈ.